ഗുഡ് മോർണിംഗ്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ടോപ്പിക്കാണ് എടുക്കുന്നത്, മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ. നമ്മുടെ നേരത്തെ പഠിച്ച എനർജി മീറ്ററിൻ്റെ ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡീഷൻ ആയിട്ട് കുറച്ച് കമ്പൗണ്ട് വരുന്ന എക്യുപ്മെൻ്റാണ് ഈ മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞത്. നമ്മുടെ വീടുകളിലൊന്നും MDA അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാറില്ല. വലിയ ഇൻഡസ്ട്രികളിലാണ് മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ വയ്ക്കാൻ വേണ്ടി നമ്മുടെ എനർജി കമ്പനികൾ, KSEB മാതിരിയുള്ള കമ്പനികൾ നിർദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വലിയ ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്ന ലോഡ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ലോഡ് പോലില്ല, കിലോ വാട്ട് റേഞ്ചിലുള്ള 100 കിലോ വാട്ട് 200 കിലോ വാട്ട് റേഞ്ചിലുള്ള ലോഡായിരിക്കും നമ്മുടെ വലിയ ഇൻഡസ്ട്രികളൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വലിയ ലോഡ് ഉപയോഗിക്കുമ്പം ഈ ഒരു സ്ഥാപനം മാത്രം വലിയ രീതിയിൽ ലോഡ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ KSEB സപ്ലൈയുടെ തന്നെ ഒരു ഏരിയയിലുള്ള വോൾട്ടേജിനെ അത് ഡിമ്മാക്കാൻ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഇങ്ങനെ കമ്പനികൾ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രികൾ കൂടുതൽ ലോഡ് എടുക്കുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി ഇപ്പോൾ ഏറ്റവും മാക്സിമം അവർ എന്തുമാത്രം ലോഡ് എടുക്കുന്നത് അതൊന്ന് നിയന്ത്രിച്ച്, അല്ലെങ്കിൽ അവർ പറയുന്ന ലോഡ് കൂടുതൽ അവർ ഇൻഡസ്ട്രിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഫൈൻ ചുമത്താനും, അല്ലെങ്കിൽ അത് താഴെ അവർ നിർദ്ദേശിക്കുന്ന ലോഡിൽ താഴെ ആണ് അവരുടെ മാക്സിമം ലോഡെങ്കിൽ അതിനെന്തെങ്കിലും കൺസെഷൻ കൊടുക്കാനും, അങ്ങനെ പല താരിഫ് വയ്ക്കാൻ വേണ്ടിയാണ് ഈ MDA മാതിരിയുള്ള മീറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പം മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ എന്താണെന്ന് വെച്ചാൽ, ഒരു കൺസ്യൂമർ, നമ്മൾ ഇൻഡിക്കേറ്റർ ഈ ഡിവൈസ് കണക്ട് ചെയ്തേക്കുന്ന കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി, അതൊരു ടൈം ഡ്യൂറേഷൻ എടുത്തേക്കുന്ന മാക്സിമം പവർ നമ്മളൊരു ടൈം ഡ്യൂറേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ടൈം ഡ്യൂറേഷൻ എടുക്കുകയാണെങ്കിൽ ഈ അരമണിക്കൂർ ടൈം ഡ്യൂറേഷൻ എടുത്തേക്കുന്ന മാക്സിമം പവർ എത്രയാണെന്ന് അത് മനസ്സിലാക്കിയത് നമ്മുടെ മീറ്ററിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ ഒരു ടോട്ടൽ ബില്ലിംഗ് പീരീഡിന് ഇങ്ങനെ കുറേ അരമണിക്കൂറുകളായിട്ട് തിരിച്ചിട്ട് അതിനകത്ത് ഒരു ടോട്ടൽ ബില്ലിംഗ് പീരീഡിനകത്ത് മാക്സിമം പവർ എത്രയാണ് എടുത്തത്, എടുത്ത ലോഡ് എത്രയാണെന്ന് നമ്മുടെ മീറ്ററിനകത്ത് കാണിക്കും. അപ്പം ഇൻഡസ്ട്രിയിൽ ലോഡ് ഉപയോഗിക്കുന്നതനുസരിച്ച് മാക്സിമം ഡിമാൻഡ് കൂടും. പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൊണ്ടും പെട്ടെന്ന് പവർ കൺസ്യൂം ചെയ്യുന്ന പവർ കൂടാറുണ്ട്. ഉദാഹരണത്തിന് ഒരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുവാണ്. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന കറണ്ടിൻ്റെ വലിയ വളരെ കൂടുതലായിരിക്കും. സാധാരണ മോട്ടോർ ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോട്ടോർ എടുക്കുന്ന കറണ്ട് വളരെ കൂടുതലായിരിക്കും. അതുപോലെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന കറണ്ട് വളരെ കൂടുതലായിരിക്കും. പക്ഷേ അതൊക്കെ ഒരു ചെറിയ ഡ്യൂറേഷനിലേക്ക്, വളരെ ചെറിയ ഒരു സെക്കൻഡ് നേരത്തേക്ക് അല്ലെങ്കിൽ 2 സെക്കൻഡ് നേരത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഇൻസ്റ്റൻറ്റേനിയസ് എഫക്റ്റുകളാണ്. അപ്പം മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ ഈ തരത്തിലുള്ള, ഇപ്പം മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലോ അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന രീതിയിലോ അങ്ങനെയുള്ള വളരെ ചെറിയ ഡ്യൂറേഷനുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിൽ അറിയാതെ സംഭവിക്കുന്ന ഇങ്ങനത്തെ പീക്ക് ലോഡൊന്നും മെഷർ ചെയ്യാതെ കമ്പനി അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി കൺസ്യൂം ചെയ്യുന്ന പവറിൻ്റെ പീക്ക് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പവർ എത്ര കൺസ്യൂം ചെയ്യുന്നത് ആ പവർ മെഷർ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു പർട്ടിക്കുലർ പീരീഡായാലും ഇപ്പം നമ്മുടെ മീറ്റർ എത്ര ടൈമിലേക്കാണ് സെറ്റ് ചെയ്യുന്നത് ഓരോ ടൈം പീരീഡിലേക്കുള്ള മാക്സിമം ഡിമാൻഡ് എന്തുമാത്രം പവറാണ് കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പോൾ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പവർ, മാക്സിമം പവർ. ഇപ്പോൾ നമ്മൾ അരമണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് ഈ അരമണിക്കൂറിനകത്ത് എടുത്ത് മാക്സിമം പവർ, ഇങ്ങനെ ഈ മാക്സിമം പവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ അതിനകത്ത് ഒരു ബില്ലിംഗ് ഡ്യൂറേഷൻ്റെ മാക്സിമം പവർ എത്രയാണ് അതാണ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നത്. അപ്പം മാക്സിമം പവർ ഇൻഡിക്കേറ്റർ പ്രധാനമായിട്ട് 4 ടൈപ്പ് ഉണ്ട്. ഡിമാൻഡ് ഇൻഡിക്കേറ്റർ 4 ടൈപ്പ് ഉണ്ട്. റെക്കോർഡിംഗ് ഡിമാൻഡ് ഇൻഡിക്കേറ്റർ, ആവറേജ് ഡിമാൻഡ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ മേഡ്സ് പ്രൈസ് മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ എന്ന് പറയും. അടുത്തത് തെർമൽ ടൈപ്പ് മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ, ഡിജിറ്റൽ മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ആവറേജ് ഡിമാൻഡ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ മേഡ്സ് പ്രൈസ് മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ എന്നുള്ള മീറ്ററിനെ പറ്റിയാണ്. ഈ 2 പേരും നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നെങ്കിൽ ആവറേജ് ഡിമാൻഡ് ഇൻഡിക്കേറ്റർ എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ എന്നായിരിക്കും. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് 8 മാർക്കിന് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. മേഡ്സ് പ്രൈസ് അല്ലെങ്കിൽ ആവറേജ് മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്ററിൻ്റെ ഫിഗറാണ് ഈ കാണുന്നത്. ഇത് 8 മാർക്ക് ചോദ്യം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ ഫിഗർ തീർച്ചയായിട്ടും വരച്ചിരിക്കണം. ഇപ്പം മേഡ്സ് പ്രൈസ് ഇൻഡിക്കേറ്ററിനെ പറ്റി ചോദിച്ചെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ച എന്താണ് മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷം ഈ ഫിഗറും വരച്ചിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിംഗ് വളരെ ചെറിയൊരു പോർഷനാണ് കൺസ്ട്രക്ഷൻ വർക്കിംഗ്, അതുകൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം ഒരു സാധാരണ എനർജി മീറ്ററിനകത്ത് മാക്സിമം ഡിമാൻഡിൻ്റെ കാണിക്കാനുള്ള യൂണിറ്റ് കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ് അല്ലെങ്കിൽ മേഡ്സ് പ്രൈസ് ഇൻഡിക്കേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ച സാധാരണ എനർജി മീറ്ററിനകത്ത് എനർജി കൺസംഷൻ കാണിക്കാൻ വേണ്ടി ഒരു ഡയലുണ്ട്. ആ ഡയലേക്ക് കാണും. ഈ ഡയൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ എനർജി കൺസംഷൻ, നമ്മുടെ ടൈം ഡ്യൂറേഷനിലെ എനർജി കൺസംഷൻ എത്ര കണ്ടുപിടിക്കാം. അതുപോലെ ബാക്കി കൺസ്ട്രക്ഷൻ വരുന്നത് ഇതിനകത്തൊരു മാക്സിമം ഡിമാൻഡ് കാണിക്കാൻ ഒരു ഡയലുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ഡിമാൻഡിലേക്ക് എത്രയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു പോയിൻ്റർ മൂവ് ചെയ്യുന്ന ഒരു പിൻ മെക്കാനിസമാണ്. പിന്നെ ഒരു ക്യാം എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്. അതെന്താ ഞാൻ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം.
പിന്നെ ഒരു വലിയ കുറേ ഗിയർ ട്രെയിൻ ഉണ്ട്. ഇതെല്ലാം കുറേ ഗിയേഴ്സാണ്. ഈ ഗിയർ ട്രെയിൻസ് എല്ലാം കൂടെ അതിൻ്റെ വർക്ക് ചെയ്താണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്ററിനകത്ത്. ഇതിനകത്ത് പവർ മാക്സിമം ഡിമാൻഡ് എത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഈ പവർ ഫിഗർ വളരെ സിമ്പിളായിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപാട് ഗിയർ ട്രെയിൻസ് ഒക്കെ നമ്മൾ വെച്ചാണ് ഇതിനകത്ത് മാക്സിമം പവർ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ഈ മീറ്ററിനകത്ത് 2 റീഡിങ്ങുകളുണ്ട്. എനർജി ഈ മീറ്ററിനകത്തോട്ട് മറ്റൊരു യൂണിറ്റ് ആഡ് ചെയ്ത് കാരണം നമുക്ക് ഇതിനകത്ത് ഈ മീറ്ററിംഗ് കൊണ്ട് തന്നെ എനർജി കൺസ്ട്രക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എനർജി കണ്ടുപിടിക്കുന്ന കാര്യത്തെ പറ്റി ഞാൻ ഇനി പറയുന്നില്ല. നമുക്ക് ഓൾറെഡി പഠിച്ചാണ് എങ്ങനെയാണ് എനർജി കൺസ്ട്രക്ഷൻ കണ്ടുപിടിക്കുന്നത്. എനർജി മീറ്ററിൻ്റെ വർക്കിംഗ് എല്ലാം അറിയാം നിങ്ങൾക്ക്. നമുക്ക് ഇതിനകത്ത് മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ പറ്റി മാത്രമാണ് എൻ്റെ വർക്കിങ്ങിനകത്ത് പറഞ്ഞാൽ മതി. അപ്പം നിങ്ങൾക്ക് കാണാം ഇതിനകത്തൊരു പിന്നുണ്ട്. ഈ പിൻ മെക്കാനിസമാണ് നമ്മുടെ പോയിന്റിനെ മൂവ് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ ഒരു ടൈം ഡ്യൂറേഷനിൽ മാക്സിമം ഡിമാൻഡ് അല്ലെങ്കിൽ ടോട്ടൽ മാക്സിമം പവർ അത്ര കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ ടൈമാണ് നമ്മൾ ഈ ഡിവൈസിനകത്ത് സെറ്റ് ചെയ്തേക്കൊണ്ടിരിക്കുക. ഈ അരമണിക്കൂർ ടൈമിൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ ടൈമിൽ പവർ കൂടുന്നതനുസരിച്ച്, എടുക്കുന്ന ലോഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഈ നമ്മുടെ ഈ പോയിന്ററിനെ 0 പൊസിഷനിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവരും. ഇപ്പോൾ ഒരു പോയിന്റ് അരമണിക്കൂർ ആയപ്പോഴത്തേന് ഇപ്പം ടൈം മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ ഒരു ആദ്യത്തെ അരമണിക്കൂർ ടൈം ഡ്യൂറേഷനകത്ത് ചിലപ്പോൾ ഒരു 700 കിലോ വാട്ടാണ് നമ്മുടെ എനർജി കൺസംഷൻ മാക്സിമം ഡിമാൻഡ് കണക്കാക്കുക. അപ്പോൾ ഈ പോയിന്റർ മൂവ് ചെയ്ത് 700 വരെ കൊണ്ടുവരും, ഈ പോയിന്ററിനെ കൊണ്ടുവരും. അതിനുശേഷം നമ്മുടെ അരമണിക്കൂറായി കഴിയുമ്പോൾ ഈ ക്യാം എന്ന് പറഞ്ഞ ഡിവൈസ്, ഇതൊരു ടൈം റീസെറ്റിംഗ് ഡിവൈസാണ്. ഈ ക്യാം എന്നുള്ള ഡിവൈസ് നമ്മുടെ പിന്നിനെ റീസെറ്റ് ചെയ്യും. അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഈ പിന്ന് 0 ഇട്ട് പോകും. പക്ഷേ നമ്മുടെ പോയിന്റർ ഇവിടെ തന്നെ നിൽക്കും. 750 750 തന്നെ ഇരിക്കും. പിന്നെ മാത്രം ബാക്കിലോട്ട് പോകും. പിന്നെ അടുത്ത ടൈം ഡ്യൂറേഷൻ തുടങ്ങുമ്പോൾ വീണ്ടും പിന്നിങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങും. അപ്പം പിന്നെ മൂവ് ചെയ്ത് അടുത്ത അരമണിക്കൂർ ഡയറക്ഷനകത്ത് 750 വരെ ഇല്ല, ഒരു 500 വരെ എത്തിയുള്ളെങ്കിൽ 500 വരെ പിന്നെ വരത്തുള്ളൂ. 500 വന്ന് പിന്നിട്ട് വീണ്ടും പിന്നെ റീസെറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റം റീസെറ്റ് ചെയ്യുമ്പോൾ തിരിച്ചു പോകും. അങ്ങനെ ഓരോ ടൈം ഡ്യൂറേഷനും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇത് എപ്പോഴും പോയിന്റർ വീണ്ടും മൂവ് ചെയ്യാൻ സാധ്യത 750 കൂടുതൽ ലോഡ് അല്ലെ മാക്സിമം ഡിമാൻഡ് വന്നു കഴിയുമ്പോഴേ പിന്നെ തിരിച്ചിവിടെ വരത്തുള്ളൂ. എന്നിട്ടേ പിന്നെ പോയിന്ററിനെ വീണ്ടും ഇങ്ങോട്ട് നീക്കത്തുള്ളൂ. അപ്പം ആ ടോട്ടൽ ടൈം ഡ്യൂറേഷനകത്ത് നമ്മൾ എടുക്കുന്ന എല്ലാ ടൈം ഡ്യൂറേഷനും ഓരോ അരമണിക്കൂർ വീതം വെച്ച് നമ്മുടെ ഇങ്ങനെ പോയിന്റിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ടൈം ഡ്യൂറേഷൻ്റെ മാക്സിമം ഡിമാൻഡ് എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഡ്യൂറേഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും മാക്സിമം ഡിമാൻഡ് ആ ടൈം ഡ്യൂറേഷൻ എത്തേണ്ട വരെ അല്ലെ ആ മാക്സിമം ഡിമാൻഡ് എത്തുന്ന വരെ പിന്നെ വീണ്ടും ഈ പൊസിഷൻ വരെ എത്തത്തില്ല. ആ ആദ്യം ഇൻഡിക്കേറ്റ് ചെയ്ത മാക്സിമം ഡിമാൻഡിനേക്കാൾ കൂടുതൽ പവർ വീണ്ടും നമ്മുടെ ലോഡ് എടുത്താൽ മാത്രമേ വീണ്ടും പിന്നെ ഇതിനെ മൂവ് ചെയ്യത്തുള്ളൂ. അങ്ങനെ നമ്മളൊരു ഫുൾ ഡ്യൂറേഷൻ എടുത്തൊരു മാസം ടൈം ഡ്യൂറേഷൻ എടുക്കുവാണെങ്കിൽ ശരിക്കും പോയിന്റർ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ആ ഒരു ഫുൾ ടൈമിലെ മാക്സിമം ആ കംപ്ലീറ്റ് ടൈം നോക്കുമ്പോൾ അതിനകത്ത് എപ്പോഴാണ് മാക്സിമം ഡിമാൻഡ് വന്നത് ആ ഒരു ടൈം ഡ്യൂറേഷനിലായിരിക്കും ഈ പോയിന്റർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത തവണ എനർജി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് മുകളിൽ നമുക്ക് ഇതിൻ്റെ എനർജി കൺസംഷൻ കിട്ടും. താഴെ പിന്നെ നോക്കിയാൽ ആ ഒരു ടൈം ഡ്യൂറേഷൻ ഇപ്പോൾ ഒരു മാസമാണെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ചയാണെങ്കിൽ ആ ടൈം ഡ്യൂറേഷനിൽ എടുത്ത ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് ഒരു ടൈം ഡ്യൂറേഷൻ എടുത്ത് മാക്സിമം ഡിമാൻഡ് എത്ര നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ നോട്ടാണ്, നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാം. എൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇപ്പം ഈ ആവറേജ് ഡിമാൻഡ് ഇൻഡിക്കേറ്ററിന് അക്യുറസി വളരെ കൂടുതലാണ്. അതുപോലെ അതിൻ്റെ മാക്സിമം ഡിമാൻഡ് കാണിക്കുന്ന സ്കെയില് യൂണിഫോം ആയിരിക്കും. അല്ലാതെ നമ്മുടെ മറ്റ് മറ്റേ മീറ്ററിലെ പോലെ നോൺ യൂണിഫോം സ്കെയിൽ ആയിരിക്കത്തില്ല, യൂണിഫോം സ്കെയിലായിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് വരുന്നത് ഇതിൻ്റെ കോസ്റ്റാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടൊരു ഡിവൈസാണ് ഇത്. അതുപോലെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഫിഗർ കാണിച്ചാൽ വളരെ സിമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാക്സിമം ഡിമാൻഡ് കാണിക്കുന്ന ആ മെക്കാനിസം വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് ഗിയർ ട്രെയിൻസും ഒത്തിരി കൺസ്ട്രക്ഷൻ മെക്കാനിസങ്ങൾ ആവശ്യമുണ്ട്. അപ്പം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇതൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ കമൻറ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് അടുത്ത ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് തരുന്ന ചോദ്യം, ഞാൻ മാക്സിമം ഡിമാൻഡ് എന്ന് കുറേ പറഞ്ഞു. എന്താണ് ഈ മാക്സിമം ഡിമാൻഡ്, അതുപോലെ മാക്സിമം ഡിമാൻഡ് യൂണിറ്റ് എന്താണ്, ഈ രണ്ട് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ലിങ്കിൽ ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. താങ്ക് യു.